ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 10. വിഭൂതിയോഗം. ശ്ലോകം 1, പേജ് നമ്പർ 525. ശ്രീഭഗവാനുവാച ഭൂയ ഏവ മഹാബാഹോ ശൃണു മേ പരമം വചഃ യത്തേഹം പ്രീയമാണായ വക്ഷ്യാമി ഹിതകാമ്യയാ. പദാനുപദം. ശ്രീ ഭഗവാനുവാച, ശ്രീ ഭഗവാൻ പറഞ്ഞു, മഹാബാഹോ, ഹേ മഹാബാഹോ, കയ്യൂക്കുള്ളവനെ, അഹം ഞാൻ, ഏവ തീർച്ചയായും, ഹിതകാമ്യയാ ഹിതേച്ഛയാൽ നിനക്ക് ഹിതം വരണമെന്നുദ്ദേശിച്ചുകൊണ്ട്, പ്രീയമാണായ പ്രിയനായ, തേ നിനക്കായിട്ട്, യത് യാതൊന്നിനെ, വക്ഷ്യാമി പറയാൻ, ഉപദേശിക്കാൻ തുടങ്ങുന്നു, മേ എൻ്റെ, തത് ആ, പരമം പരമമായ, വചഃ വാക്കുകളെ, ഭൂയഃ വീണ്ടും, ശൃണു കേൾക്കുക. വിവർത്തനം. പരമദിവ്യോത്തമ പുരുഷൻ അരുളി ചെയ്തു, കൈക്കരുത്തുള്ള അർജുന, നീ എൻ്റെ സുഹൃത്തായതുകൊണ്ട് നിന്റെ നന്മയ്ക്കായി ഇനിയും ഞാൻ ജ്ഞാനം ഉപദേശിക്കാം, കേൾക്കൂ. ഇത് ഞാൻ നേരത്തെ ഉപദേശിച്ചതിലും ഉത്തമമായ ജ്ഞാനമാണ്. ഭാവാർത്ഥം. ഭഗവാൻ എന്ന വാക്കിന് പരാശരമുനി നൽകുന്ന നിർവചനമിതാണ്: ബലം, കീർത്തി, ധനം, ജ്ഞാനം, സൗന്ദര്യം, ത്യാഗം എന്നീ വിഭൂതികളാറും തികഞ്ഞവൻ. കൃഷ്ണൻ ഈ ഭൂമിയിലുണ്ടായിരുന്നപ്പോൾ ഈ 6 ഐശ്വര്യങ്ങളും പ്രദർശിപ്പിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം പരാശരാദി മഹാത്മാക്കളാൽ ഭഗവാൻ എന്ന് അംഗീകരിക്കപ്പെട്ടതും. തൻ്റെ വിഭൂതികളെയും പ്രവർത്തനങ്ങളെയും കുറിച്ച് അതിഗൂഢങ്ങളായുള്ള വിവരങ്ങളാണ് ഇനി കൃഷ്ണൻ അർജുനന് ഉപദേശിക്കുന്നത്. 7-ാം അധ്യായം മുതൽക്ക് തൻ്റെ വിവിധ ശക്തികളുടെ പ്രവർത്തന രീതികളെ ഭഗവാൻ വിവരിച്ചുവല്ലോ. ഇനി പറയുന്നത് തൻ്റെ സവിശേഷ വിഭൂതികളെപ്പറ്റിയാണ്. ഭക്തിക്ക് ദൃഢവിശ്വാസത്തിൻ്റെ അടിത്തറയുറപ്പിക്കാൻ ഉതകുന്ന വിധം തൻ്റെ വിവിധ ശക്തികളെക്കുറിച്ച് അദ്ദേഹം കഴിഞ്ഞ അധ്യായത്തിൽ വിസ്തരിച്ചു പറഞ്ഞു. എന്നിട്ട് വിഭൂതികളെയും ആവിർഭാവങ്ങളെയും കുറിച്ച് ഈ അധ്യായത്തിൽ അർജുനനോട് പറയുന്നു.
ഒരാൾ ഭഗവാന്റെ സത്കഥകൾ എത്രയേറെ കേൾക്കുന്നുവോ അത്രമാത്രം ഭക്തിയുത സേവനത്തിലുറച്ചു നിൽക്കും. ഭക്തന്മാരോടൊപ്പമിരുന്ന് വേണം ഭഗവത് ചരിതങ്ങൾ കേൾക്കാൻ. അങ്ങനെ ചെയ്യുമ്പോൾ ഭക്തി സാധനയ്ക്ക് മാറ്റുകൂടുന്നു. കൃഷ്ണാവബോധം ലഭിക്കണമെന്ന് തികച്ചും ആകാംക്ഷയുള്ളവർ തമ്മിൽ മാത്രം പ്രഭാഷണ പാഠങ്ങൾ നടന്നാൽ മതി. മറ്റുള്ളവർക്ക് ഇങ്ങനെയുള്ള പ്രഭാഷണങ്ങളിൽ പങ്കെടുക്കാനാവില്ല. അർജുനൻ തനിക്കേറ്റവും പ്രിയപ്പെട്ടവനാകയാലാണ് അയാളുടെ മേന്മയ്ക്കായി ഈ ഉപദേശങ്ങൾ നൽകുന്നതെന്ന് ഭഗവാൻ വ്യക്തമാക്കുന്നു. ഹരേ കൃഷ്ണ.